ഹലോ, ഇന്ന് ഞാൻ നല്ലൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സ്നാക്ക് ഉണ്ടാക്കിയാലും മറ്റെന്ത് കറി ഉണ്ടാക്കിയാലും ഏത് ഡിഷ് ഉണ്ടാക്കിയാലും രുചിക്കൊപ്പം നമുക്ക് കാണാനൊരു നല്ലൊരു ഭംഗിയും കൂടെ വേണം അല്ലേ. അപ്പോൾ അതുമാതിരിയുള്ള ഒരു സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് 1 കപ്പ് മൈദയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ കറുത്ത എള്ള് ചേർക്കാം. 1/4 ടീസ്പൂണിൽ കുറവ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്. അതുകൂടി ചേർത്തിട്ട് നമുക്ക് നല്ല മാതിരി ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം കേട്ടോ. നെയ്യ് ഇല്ലാത്തവർ 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്താലും മതി. പക്ഷേ നെയ്യാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. നല്ലമാതിരി ഒന്ന് ചൂടാക്കുക കേട്ടോ. ഇത് നല്ലമായി ചൂടായിട്ടുണ്ട്. ആ ചൂടോടെ നമുക്ക് ആ മാവിലേക്ക് ഒഴിക്കണം. ഇത് കണ്ടോ, ഇതുമാതിരി ഇങ്ങനെ ശബ്ദം കേൾക്കുന്ന നല്ല ബബിൾസ് അതിൽ നിന്ന് വരണം മാവിനകത്ത് നിന്ന്. അതുമാതിരി ചേർക്കുക. ചൂടോടെ ചേർത്തെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ ഈ സ്നാക്ക്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. ഇനി അത് നല്ലമാതിരി ഒന്ന് മിക്സ് ചെയ്യണം. നെയ്യും ആ മാവും എല്ലാം കൂടി ചേർത്തിട്ട് നല്ലമാതിരി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചേക്കണേ. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കയ്യിലെടുക്കുമ്പോൾ ഇതുമാതിരി ഇരിക്കണം. ഇനി അല്പാൽപമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് കുഴച്ചെടുക്കാം. ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതുമാതിരി അല്പാൽപ്പം ഒഴിച്ചിട്ട് നല്ലമാതിരി കുഴച്ചെടുക്കുക. കൂടിപ്പോയൊരു വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ആ സ്നാക്കിന് നല്ല ക്രിസ്പി ആയിട്ട് വരത്തില്ല സ്നാക്ക്. ഇതുമാതിരി നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം നമുക്ക്. നല്ലതുമായി ഇങ്ങനെ പുരട്ടി എടുത്തിട്ട് ഒരു നല്ല വൃത്തിയുള്ള ടവലിനകത്ത് ഒന്ന് പൊതിഞ്ഞ് വെക്കണം കേട്ടോ. പൊതിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് പാത്രത്തിനകത്ത് വെച്ചിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് അടച്ച് വെച്ചേക്ക് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് തുണിയിൽ നിന്നെടുത്ത് മാറ്റാം. ഇനി കയ്യിൽ വെച്ചൊന്ന് ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ട് 2-3 ഉരുളയാക്കി എടുക്കണേ. ഇതുമാതിരി എടുക്കുക കേട്ടോ. അടുത്തതായിട്ട് ഇത് ചപ്പാത്തി പരത്തുന്ന പലകയിൽ വെച്ചിട്ട് നല്ലമാതിരി ഒന്ന് പരത്തിയെടുക്കുക. കട്ടി കുറച്ച് പരത്തിയെടുക്കണേ. കുഴച്ചത് മാവ് നല്ല സ്മൂത്താണെങ്കിൽ എളുപ്പത്തിൽ നമുക്കത് പരത്തിയെടുക്കാൻ പറ്റും. ഇതുമാതിരി നല്ല കട്ടി കുറച്ച് പരത്തിയെടുക്കണേ. അടുത്തായിട്ട് ഞാനൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇതുമാതിരി കട്ട് ചെയ്ത് ഷേപ്പിനെടുക്കാം. ചെറിയ വാവട്ടമുള്ള എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ചെറിയ നല്ല ഭംഗിയുള്ള സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതുമാതിരി മറ്റു ഭാഗം നമുക്ക് മാറ്റിയെടുക്കാം. ഇതുമാതിരി നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം പകുതിയായിട്ട് ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് 2 അറ്റവും നമുക്ക് ഇങ്ങനെ കൂട്ടിയെടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് കേട്ടോ. പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിരിക്കും. നല്ല ഡിസൈനൊക്കെ ആയതുകൊണ്ടേ കൊച്ചുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നത്. മൊത്തം മാവ് നമുക്ക് ഇതുമായി ഷേപ്പ് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് ഈ ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാൻ. ഒരു പ്രയാസമില്ല. ആ മാവ് മൊത്തം ഞാൻ ഡിസൈനിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഒന്ന് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചെടുക്കണം. ഞാനൊരു ചീനിച്ചട്ടിയിൽ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. നല്ല മാതിരി ചൂടാവട്ടെ കേട്ടോ.
ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് പെറുക്കിയിടാം. ഇതുമാതിരി അങ്ങ് മുഴുവൻ ഇടാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതിനെ ഫ്രൈ ചെയ്യണം കേട്ടോ. ഡീപ് ഫ്രൈ ചെയ്യുക. ഇത്രയും മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ. അത് റെസിപ്പി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നല്ലൊരു സ്നാക്കാണ്. ചായക്കൊപ്പം കുട്ടികളും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തേക്കുക. ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.